Hi friends, നമ്മളെല്ലാവരും സേവിങ്സ് അക്കൗണ്ടിൽ പലപ്പോഴും കുറച്ചധികം പണം സൂക്ഷിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വീട് പണിക്കുള്ള പണമായിരിക്കാം, അതുമല്ലെങ്കിൽ 6 മാസത്തിന് ശേഷമുള്ള വിവാഹത്തിനുള്ള പണമായിരിക്കാം, അതുമല്ലെങ്കിൽ ചിട്ടി കിട്ടിയ പണവുമായിരിക്കാം. എന്തായാലും നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കുകയാണ് പതിവ്. കാരണം കയ്യിൽ വെച്ചാൽ അറിയാതെ ചിലവായി പോകും. ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ 1 ലക്ഷത്തിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് 4 to 6% ഇൻട്രസ്റ്റ് റേറ്റ്. ഇതിലും കൂടുതൽ റിട്ടേൺ നമുക്ക് ഇക്വിറ്റിയിൽ നിന്നും മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ലഭിക്കുമെങ്കിലും റിസ്ക് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് വീട് പണിക്കും വിവാഹത്തിനുമുള്ള പണമാണ്, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ റിസ്ക് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ നമുക്ക് എങ്ങനെ നേടാമെന്ന് ഈ വീഡിയോയിലൂടെ ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലാക്കാം. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് രാജേഷ്. വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലീഡിംഗ് തോട്ട്സ്. സേവിങ്സ് ബാങ്ക് നിക്ഷേപത്തെക്കാൾ കൂടുതൽ റിട്ടേൺ നൽകുന്ന ഫണ്ടുകളാണ് ഡെപ്റ്റ് ഫണ്ടുകൾ. ഗവൺമെന്റ് സെക്യൂരിറ്റീസിലും ബോണ്ടുകളിലുമാണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവായിരിക്കും. ഈ വീഡിയോ തയ്യാറാക്കുവാൻ 5000 രൂപ 2019 ഏപ്രിൽ 18 ഞാൻ ഇന്ത്യ ബുൾസ് അൾട്രാ ഷോർട്ട് ടൈം ഫണ്ടിൽ ഡയറക്റ്റ് പ്ലാനായി പേടിഎം മണിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. 37 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 2019 മെയ് 24 0.83% വളർന്ന് 5041.61 രൂപയായി അതിന്റെ മൂല്യം. നമുക്കറിയാം, ഭാരതത്തിൽ പുതിയ ഗവൺമെന്റിന് വേണ്ടിയുള്ള ഇലക്ഷനും അതിന്റെ റിസൾട്ട് നടക്കുന്ന സമയമാണ് കടന്നുപോയത്. മാർക്കറ്റ് ഒരുപാട് വോൾട്ടൈൽ ആയിരുന്നു ഈ സമയത്ത്, എങ്കിലും ഈ ഫണ്ടിനെ അതൊന്നും ബാധിച്ചിരുന്നില്ല. ഈ ഒരു പീരീഡിൽ നിഫ്റ്റിയുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്ന് ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. അതുപോലെ മറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രകടനവും ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ലിക്വിഡ് ഫണ്ടിന്റെ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ ഫണ്ട് ഒരു ദിവസം പോലും നെഗറ്റീവ് റിട്ടേൺ രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ലഭിച്ച ഈ വളർച്ച ഒരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 8.21% വരും. ഈ ഒരു വളർച്ച ഈ ലിക്വിഡ് ഫണ്ട് കഴിഞ്ഞ 1 വർഷത്തിലും 3 വർഷത്തിലും 5 വർഷത്തിലും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ പോലെ എൻട്രി ലോഡും എക്സിറ്റ് ലോഡും ഈ ഫണ്ടിന് ഇല്ല എന്നുള്ളതും, എത്ര കുറഞ്ഞ സമയത്തേക്കും ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതും ഇതുപോലെയുള്ള ഫണ്ടിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഇനി വീട് പണിക്കുള്ള 20 ലക്ഷം രൂപ ഒരു വർഷത്തിനിടയിൽ 4 ഘട്ടമായി സേവിങ്സ് അക്കൗണ്ടിലൂടെയും ഈ പ്ലാനിലൂടെയും പിൻവലിക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. വർഷത്തിൽ 4 തവണ 5 ലക്ഷം രൂപ വിഡ്രോ ചെയ്ത ശേഷം 8.21% അധികം നേട്ടം തരുന്ന ലിക്വിഡ് ഫണ്ടിൽ 93,553 രൂപ ബാലൻസ് ഉണ്ടാകും. അതേസമയം 5% റിട്ടേൺ നൽകുന്ന സേവിങ്സ് അക്കൗണ്ടിലാണ് നമ്മൾ നിക്ഷേപിച്ചതെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൽ 54,860 രൂപ മാത്രമാണ് മിച്ചമുണ്ടാവുക. നോക്കൂ, ഈ ഒരു സ്മാർട്ട് ഐഡിയ കൊണ്ട് ഏകദേശം 40,000 രൂപയോളം നമുക്ക് ഒരു റിസ്ക്കും ഇല്ലാതെ സമ്പാദിക്കാൻ സാധിച്ചു. ഓർക്കുക, ജീവിതത്തിൽ കൂടുതൽ സമ്പാദിക്കുന്നവരല്ല, മറിച്ച് കുറച്ചാണ് സമ്പാദ്യമെങ്കിലും മികച്ച രീതിയിൽ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരാണ് സാമ്പത്തിക വിജയം നേടുന്നത്. നിങ്ങൾക്ക് ഉദാഹരണ സഹിതം മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് മാർക്കറ്റ് വളരെ വോൾട്ടൈൽ ആയിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യ ബുൾ അൾട്രാ ഷോർട്ട് ടൈം ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. ലീഡിംഗ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാറുള്ളത്. പേടിഎം മണിയിലൂടെ 1% അധിക നേട്ടത്തിൽ മ്യൂച്വൽ ഫണ്ട് നമുക്ക് എങ്ങനെ വാങ്ങാമെന്ന് ഇതിനു മുൻപ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായി ഇവിടെ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഉപകാരപ്രദമാവുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ലീഡിംഗ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന് താഴെ ചുവപ്പ് നിറത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.